മകളെ, അപ്പോൾ +1 സ്റ്റേറ്റ് ബോർഡിന്റെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തു, സയൻസ് സ്ട്രീം ഒക്കെ എടുത്തു. പക്ഷെ ഇപ്പോഴും കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ? ഈ എൻട്രൻസ് കോച്ചിങ് ശരിക്കും സ്കൂളിനോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹെക്റ്റിക് ആകുമോ? അതാണോ നിങ്ങളെ എൻട്രൻസ് കോച്ചിങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? പലപ്പോഴും സ്കൂൾ കഴിഞ്ഞ് സബ്ജക്റ്റുകൾക്ക് ട്യൂഷന് പോകണം, അതിനുശേഷം എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ ഓവർ ബർഡൻ, അല്ലെങ്കിൽ ഒരു ഓവർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നതെന്ന് ആലോചിച്ചാണ് നിങ്ങൾ ഈ എൻട്രൻസിന് വേണ്ടി പഠിക്കേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷെ ശരിക്കും നിങ്ങളുടെ ഈ തീരുമാനം ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇതൊരു എക്സ്ട്രാ ബർഡൻ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ, എൻട്രൻസിന് നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി +1 എക്സാമിന് വേണ്ടി പഠിക്കുന്നതും ഒരേ സിലബസ് തന്നെയാണ്. കാരണം നമ്മുടെ ഈ SCERTയിലുള്ള അതേ കണ്ടന്റുകൾ തന്നെയാണ് +1 NCERTയിലുള്ളത്. സെയിം ചാപ്റ്റർ, സെയിം കണ്ടന്റ്. പിന്നെ എന്താണ് എൻട്രൻസിന് പഠിക്കുമ്പോൾ ഉള്ള വ്യത്യാസം? നമ്മൾ നമ്മുടെ +1 ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുക. എന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും, അതിനൊരു ലോങ് ആൻസർ ഒക്കെ നിങ്ങൾ കൊടുക്കും. എന്നാൽ നേരെ തിരിച്ച് നമ്മളത് എൻട്രൻസിലേക്ക് വരുമ്പോൾ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസിൽ അഡാപ്റ്റ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിനെ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക, കണ്ടന്റിനെ കുറച്ച് നല്ലപോലെ തന്നെ തറവാക്കി പഠിക്കുക. ഇതാണ് ശരിക്കും എൻട്രൻസ് സ്റ്റഡിയിലൂടെ നിങ്ങൾ ചെയ്യുക. ആൻഡ് ഈ എൻട്രൻസ് ക്ലാസ്സസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ട്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാ ബർഡനിൽ നിന്നാണ് അവോയ്ഡഡ് ആവുക. സോ വെൻ യു ജോയിൻ സൈലം കിങ്സ് 11 ബാച്ച്, നിങ്ങളുടെ എൻട്രൻസ് ജേർണിക്ക് വേണ്ടി, ഇഫ് യു ആർ എ നീറ്റ് ആസ്പിറൻറ്റ്, നിങ്ങൾ കിങ്സ് 11 നീറ്റ് ബാച്ചിലും, അല്ലെങ്കിൽ നിങ്ങളൊരു JEE ആസ്പിറൻ്റ് ആണെങ്കിൽ കിങ്സ് 11 JEE ബാച്ചിലും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ കംഫേർട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഓൺലൈനായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, ഇഫ് യു ആർ എ നീറ്റ് ആസ്പിറൻറ്റ് ആൻഡ് നിങ്ങളിപ്പോൾ ഒരു JEE ആസ്പിറൻ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വളരെ തറവായിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സ്കൂൾ സിലബസ് തന്നെയാണ് ശരിക്കും പഠിപ്പിക്കുക. ദ ഓൺലി എക്സ്ട്രാ തിങ് ഇസ്, ഇത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് മേലെ എന്ത് ചെയ്യും? കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യും. സോ പലപ്പോഴും ഒരു ട്യൂഷനെ കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്ത് എൻട്രൻസ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. കാരണം ഇവിടെ നമ്മൾ നല്ല ബേസിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എൻട്രൻസ് ജേർണി നിങ്ങളുടെ +1 ക്ലാസ്സിനോടൊപ്പം തന്നെ തുടങ്ങുക. അതാകുമ്പോൾ നമ്മൾ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡയറക്റ്റായി നമ്മുടെ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും വിത്തൗട്ട് എനി ലാപ്സ് ഓഫ് എൻ ഇയർ. അപ്പോൾ ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ജോയിൻ ചെയ്യാത്ത നമ്മുടെ മക്കൾക്ക് വേണ്ടി കിങ്സ് 11 2.0 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈലം കിങ്സ് 11 ബാച്ചിലേക്ക് മക്കൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലൈവ് ക്ലാസ്സസിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിച്ച് ടീച്ചേഴ്സിനോട് ഡൗട്ട് ക്ലിയർ ചെയ്ത് വളരെ കംഫർട്ടബിളായി ഓരോ ടോപ്പിക്കും കഴിഞ്ഞു പോവാം. ഇനി ലൈവിന് പുറമെ ഇപ്പോൾ നിങ്ങൾ ചില ക്ലാസ്സസ് മിസ്സാക്കിയെങ്കിലോ, നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് തന്നെ റെക്കോർഡഡ് ആയി കിടക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റെക്കോർഡഡ് പേൾ വീഡിയോ ആക്സസ് ചെയ്യാം. പലപ്പോഴും ചിലപ്പോൾ സ്കൂളിലൊക്കെ വേറൊരു ടോപ്പിക്ക് നേരത്തെ എടുത്ത് തുടങ്ങിയെങ്കിൽ ആ ഒരു ഓർഡർ തെറ്റിച്ചൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേൾ വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കും വളരെ തറവായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇതിന് പുറമെ ആപ്പിലുള്ള അതർ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് സീരീസ്. നിങ്ങൾക്ക് ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കിൽ നിന്നും MCQ ബേസ്ഡ് ആയിട്ട് ഇവിടെ ലഭിക്കുക. സോ ദാറ്റ് വിത്തൗട്ട് എനി അതർ ബുക്ക് യു ക്യാൻ സ്റ്റഡി വിത്ത് സൈലം ആപ്പ് അലോൺ. പിന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറിങ്ങിനുള്ള AI ഗുരു എന്ന് പറയുന്ന ആപ്പ് ഫീച്ചർ നിങ്ങൾക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. കാരണം ChatGPT ജെമിനി യൂസ് ചെയ്ത് നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതിനേക്കാളും വളരെ അക്യുറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ഡൗട്ടിനും ക്ലിയർ കട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ AI ഗുരു ഫീച്ചർ. അങ്ങനെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങൾ ശരിക്കും സൈലം കിങ്സ് 11 ബാച്ച് 2.0 പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ്, ഇപ്പോൾ നമ്മുടെ മൺസൂൺ ആയിട്ട് സൈലം നിങ്ങൾക്ക് ഒരു മൺസൂൺ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്ലാറ്റ് 1000 rupees ഡിസ്കൗണ്ട് ഓൺ ദ ബാച്ച്. ഇത് വളരെ ലിമിറ്റഡ് ടൈം ഓഫറാണ്, പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആവും. സോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ഓഫർ അക്യൂർ ചെയ്യുക. സോ സീ യു ഓവർ ഹിയർ. ബൈ.